ഇനി അങ്ങോട്ട് T20 വേൾഡ് കപ്പിൻ്റെ ആവേശമാണ്. നാളെയാണ് ഇന്ത്യ ബംഗ്ലാദേശ് സന്നാഹ മത്സരം. ഇപ്പോഴിതാ ഇന്ന് പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. ന്യൂയോർക്കിൽ ഇന്ത്യയുടെ അവസാനത്തെ മാച്ചാണ് ഇന്ന് കളിച്ചത്. ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ സഞ്ജുവും ജയ്സ്വാളുമാണ് തകർത്തടിച്ചത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്രാവശ്യം ഇന്ത്യ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. അമേരിക്കയിൽ ഇന്ത്യൻ താരങ്ങൾ തകർത്തടിക്കുകയാണ്. ഇന്ത്യ ഇപ്രാവശ്യം കപ്പ് നേടിയേ മടങ്ങൂ. രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. ഇന്നത്തെ ഇന്ത്യയുടെ പ്രാക്ടീസ് കണ്ട് ബംഗ്ലാദേശ് പേടിച്ചിരിക്കുകയാണ്. കാരണം ആദ്യ സന്നാഹ മത്സരം അവരുമായിട്ടാണ് കളിക്കുന്നത്. T20 ക്രിക്കറ്റിൽ ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഒരു എതിരാളിയല്ല. ഇന്ത്യ നാളത്തെ മാച്ച് ഈസി ആയിട്ട് ജയിക്കുമെന്നത് ഉറപ്പാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്ത്യ ഇന്ന് പ്രാക്ടീസ് മാച്ച് കളിച്ചത്. രണ്ട് ടീമായിട്ടാണ് ഇന്ത്യ കളി നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ മാച്ചിൽ തകർത്തടിച്ചത് ജയ്സ്വാളായിരുന്നു. ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മയും ജയ്സ്വാളുമാണ് ഒരു ടീമിലുണ്ടായിരുന്നത്. ജയ്സ്വാൾ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു. ജയ്സ്വാൾ തന്നെയായിരിക്കും നാളത്തെ മാച്ചിലും കളിക്കാൻ പോകുന്നത്. ഓപ്പണിങ്ങിൽ ജയ്സ്വാൾ ഉള്ളത് ഇന്ത്യക്ക് ഗുണകരമാണ്. സഞ്ജു ഇന്ന് 3-ാം നമ്പറിലാണ് കളിച്ചത്. നാളത്തെ സന്നാഹ മത്സരത്തിൽ കോഹ്ലി ഉണ്ടായിരിക്കില്ല. സഞ്ജുവാണ് ആ സ്ഥാനത്ത് ബാറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സഞ്ജുവിനെ 3-ാം നമ്പറിലാണ് കളിപ്പിച്ചത്. 3-ാം നമ്പറിൽ സഞ്ജു തകർത്തടിച്ചു. സീനിയർ താരങ്ങളുടെ മുന്നിൽ വെച്ചായിരുന്നു സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പ്രകടനം. ഇന്ത്യൻ താരങ്ങളുടെ പ്രാക്ടീസ് വീഡിയോ BCCI ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഇന്ത്യക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം മികച്ച കളിക്കാർ മാത്രമേ T20 വേൾഡ് കപ്പിനുള്ളൂ. അല്ലെങ്കിൽ ഫോം ഔട്ടായ താരങ്ങളെ കൂടി BCCI ഉൾപ്പെടുത്താറുണ്ട്. എന്നാൽ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഫോം ഔട്ടായ രാഹുലിനെയും മറ്റും ഒഴിവാക്കി സഞ്ജുവിനെയാണ് BCCI അവസരം കൊടുത്തത്. സഞ്ജു വേൾഡ് കപ്പിൽ തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.